വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വലിയ നോയിമ്പിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയം യേശു തന്നെയാണ്. യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? യേശു എപ്രകാരമാണ് നമ്മെ സ്നേഹിച്ചത്, വീണ്ടെടുത്തത്? ഇതൊക്കെ നമ്മുടെ ധ്യാന വിഷയമായി മാറേണ്ടതാണ്. നമുക്ക് ഇത് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കി ലഭിക്കുവാൻ നമുക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് വായിച്ചു പോകാം, പറയുന്നത് കേട്ടുപോകാം. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കി ഗ്രഹിച്ച് കിട്ടണമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഈ ജ്ഞാനത്തിനു വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടയട്ടെ. കർത്താവായ യേശുവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ നിന്നിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. ആയതിനാൽ നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം നീ സഞ്ചരിച്ച സുവിശേഷം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെട്ടല്ലോ, അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടല്ലോ. ആയതിനാൽ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടട്ടെ. ജീവനേകുന്ന അങ്ങയുടെ സത്യവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവ കൊത്തിവെക്കപ്പെടട്ടെ. നീ ആലേഖനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനും ആ സത്യം ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും ഇടവരട്ടെ. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ
ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യേശുവിൻ്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് നാം എന്നാണ്. യേശുവിൻ്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. യേശുവിൻ്റെ രക്തത്തിന് ഇത്ര പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ രക്തത്തിന് ഇത്ര പ്രത്യേകതയോ ശക്തിയോ വിലയോ ഉണ്ടാകുന്നത് ഏത് കാരണത്താലാണ്? യേശു അവൻ ആരാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. യേശു എന്ന വ്യക്തിയുടെ പ്രത്യേകതയാണ്, യേശു എന്ന വ്യക്തി ആരായിരിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. അപ്പോൾ യേശു ആരാണ്? യേശു ദൈവം തന്നെ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപ് ഉള്ള ആദ്യജാതനുമാകുന്നു യേശു ക്രിസ്തു. അപ്പോൾ അദൃശ്യനായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിരൂപമാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വലുപ്പമനുസരിച്ച്, ദൈവത്തിൻ്റെ വിശുദ്ധി അനുസരിച്ച്, മഹത്വമനുസരിച്ച് പ്രിയമുള്ളവരെ, നമുക്കാർക്കും നമ്മുടെ ബാഹ്യമായ കണ്ണുകൊണ്ട് ദൈവത്തെ കാണുക സാധ്യമല്ല. എന്തിന്? ആകാശത്തിലേക്കൊന്ന് നോക്കിക്കേ. ആ സൂര്യനെ കണ്ണ് തുറന്ന് നിങ്ങൾ എത്ര നേരം നോക്കും? ഏതാനും നിമിഷങ്ങൾക്കകം കണ്ണ് പിൻവലിക്കും നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ആയിരക്കണക്കിന് സൂര്യപ്രകാശത്തേക്കാൾ ശോഭയേറിയതാണ്, പ്രകാശമേറിയതാണ് ദൈവമെന്ന്. ആ ദൈവത്തെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിരൂപമായി യേശു ക്രിസ്തു ഇവിടെ നിൽക്കുകയാണ്. ഈ യേശു ആദി മുതലേ ഉണ്ട്. ആദി മുതലേ യേശു ഉണ്ട്. കൊളോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, യേശു ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്വത്തിൻ്റെ സകല പൂർണ്ണതയും യേശുക്രിസ്തുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു, അവനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ കാണുവാൻ നമ്മൾ വേറെ ആരിലേക്കും നോക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യ അവതാരമെടുത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഈ ഭൂമിയിലൂടെ യേശു നടന്നു. അതാണ് യേശു എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ഡോക്ടർ, അദ്ദേഹം ഡോക്ടർ എന്ന ജോലി ചെയ്യുന്നു. പ്രൊഫഷണലായിട്ട് അദ്ദേഹം ഡോക്ടറാണ്. ആശുപത്രിയിൽ അദ്ദേഹം 10 മുതൽ 4 വരെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി സമയം ആശുപത്രിയിലുള്ള എല്ലാവരും, എല്ലാ സ്റ്റാഫുകളും, രോഗികളും എല്ലാം അദ്ദേഹത്തെ ഡോക്ടർ ആയിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം ആ സേവനം ചെയ്യുന്നു, ആ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം കുടുംബത്തിൽ ഒരു ഭർത്താവാണ്, ഒരപ്പനാണ്, ഒരു പിതാവാണ്. അദ്ദേഹം കുടുംബത്തിൽ ഒരു ഭർത്താവോ ഒരു അപ്പനോ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ അദ്ദേഹം മറ്റു പലർക്കും ഡോക്ടറാണ്. ആ സേവനം അദ്ദേഹം ചെയ്യുന്നു. ഇതുപോലെ ദൈവം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണ് വന്നത്? നമ്മെ തേടി യേശു കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ പീലിപ്പോസ് യേശുവിനോട് ഇങ്ങനെ പറയുകയാണ്, യേശുവേ, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക, ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക.
അതിന് മറുപടിയായി യേശു പറഞ്ഞു, ഫിലിപ്പോസേ, ഇത്രയും കാലവും നീ എൻ്റെ കൂടെ നടന്നിട്ടും എന്നെ നിനക്ക് മനസ്സിലായില്ലേ? എന്നെ നിനക്ക് തിരിച്ചറിഞ്ഞില്ലേ? ഞാനും പിതാവും ഒന്നാകുന്നു. എന്നെ കാണുന്നവൻ ഇതാ പിതാവിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് പിതാവിനെ എനിക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത്? ഞാനും പിതാവ് ഒന്നാണ്. പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. ഫിലിപ്പോസേ, പ്രിയമുള്ളവരെ, യേശു ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ? മാനവകുലത്തെ അവരുടെ പാപത്തിന് പരിഹാരം ചെയ്ത് രക്തം ചിന്തി രക്തം കൊടുത്ത് അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ യേശു വരുന്നത് കണ്ടിട്ട് യേശുവിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, യോഹന്നാൻ 1:29, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. ഇങ്ങനൊരു ട്രാൻസ്ലേഷനുമുണ്ട്, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മാനവരാശിയുടെ പാപത്തെ ചുമന്ന് പാപത്തെ നീക്കിക്കളയുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു കുഞ്ഞാടാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കുഞ്ഞാടാണ് യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ പ്രിയമുള്ളവരെ, മൃഗങ്ങളുടെ ബലിയർപ്പിച്ച മൃഗങ്ങളെ അർപ്പിച്ച് മൃഗങ്ങളെ കൊന്ന് അവരുടെ രക്തം ചിന്തിയാണ് പഴയ നിയമത്തിൽ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിരുന്നത്. ഒരു പരിഹാരം ചെയ്തിരുന്നത് മൃഗങ്ങളുടെ രക്തമൊഴുക്കിയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഇതാ ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കുഞ്ഞാടായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം തന്നെ അവൻ്റെ പരിശുദ്ധ രക്തം, അവൻ്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി, മാനവരാശിക്ക് വേണ്ടി ഇതാ കാൽവറിയുടെ നെറുകയിൽ ഒഴുക്കി തന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ശിക്ഷയ്ക്ക് പരിഹാരം അവൻ ചെയ്ത് ഇതാ നമ്മെ വീണ്ടെടുക്കുകയാണ്. ലേവിയറിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ രക്തം വാർന്നു പോയാൽ നമ്മൾ മരിക്കും. ചിലരൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്യാറുണ്ട്. കൈ കണ്ടിക്കുക, കഴുത്ത് കണ്ടിക്കുക. അല്പസമയം കഴിയുമ്പോൾ രക്തം ഒഴുകി മുഴുവൻ വാർന്നുപോയി മരിക്കാറുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കഴിയുമ്പോൾ രക്തം വാർന്ന് പലരും മരിക്കാറുണ്ട്. രക്തത്തിൽ ജീവൻ ഇരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ രക്തം ചിന്തി ഇതാ യേശു നമുക്ക് വേണ്ടി ജീവനെ നൽകി. അവൻ നമുക്കൊരു പാപ പരിഹാര എന്നേക്കുമായ ഒരു പരിഹാരം വരുത്തി കാൽവരിയിൽ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. യേശുവിനെ നൽകിയ ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പാപങ്ങളെ താൽക്കാലികമായി മറയ്ക്കുക മാത്രമാണ് ചെയ്തിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം വഴി പാപത്തെ എന്നേക്കുമായി മായ്ച്ചു കളയാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊടുത്തത്രേ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള യേശുവിൻ്റെ രക്തം കൊടുത്തത്രേ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടത്. യേശുവിൻ്റെ രക്തം അത് പരിശുദ്ധമാണ്. കാരണം യേശു പരിശുദ്ധനായതുകൊണ്ട് യേശുവിൻ്റെ രക്തം പരിശുദ്ധമാണ്.
യേശുവിൽ പാപമില്ല, കറകളില്ല. ആയതിനാൽ യേശുവിൻ്റെ രക്തം അത്ര പരിശുദ്ധമാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം കൊടുത്ത് പിതാവായ ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടയിൽ പോയി ഒരു പേന വാങ്ങി എന്ന് വിചാരിക്കുക. നമ്മൾ ചോദിക്കുക ഈ പേന എന്ത് വിലയാണ്? അവർ പറയും 10 രൂപയാന്ന് പറയും. നമ്മൾ പേഴ്സ് തുറന്ന് 10 രൂപ കൊടുത്ത് ആ പേന നമ്മൾ വാങ്ങുന്നു. കടക്കാരൻ്റേതായിരുന്നു അതുവരെയും ആ പേനായുടെ വില 10 രൂപ നമ്മൾ കൊടുത്തു. ആ പേന ഞാൻ സ്വന്തമാക്കി. ഇപ്പോൾ ആ പേന എൻ്റേതാണ്, എനിക്ക് അവകാശപ്പെട്ടതാ. പേനായുടെ വില എന്താണ്? 10 രൂപ. അപ്പോൾ ഈ 10 രൂപ കൊടുത്തപ്പോൾ പേന എൻ്റെ സ്വന്തമായി. 10 രൂപ കൊടുത്ത് പേന ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പേന എൻ്റേതാണ്. ഇപ്രകാരം തന്നെ പിതാവായ ദൈവം, അദൃശ്യനായി നിൽക്കുന്ന ദൈവം, സ്നേഹനിധിയായ ദൈവം, പ്രിയമുള്ളവരെ, തൻ്റെ മകനെ, ഏകജാതനെ, സ്വപുത്രനെ, കറയോ കളങ്കമോ ഇല്ലാത്ത ആ യേശുവിനെ കൊടുത്ത്, യേശുവിൻ്റെ രക്തം കൊടുത്ത് നമ്മെ തിന്മയിൽ നിന്ന്, തിന്മയുടെ ശിക്ഷയിൽ നിന്ന്, തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി പിതാവായ ദൈവം എന്താ കൊടുത്തത്? സ്വപുത്രൻ്റെ ജീവൻ, സ്വപുത്രൻ്റെ രക്തം കൊടുത്ത് എന്നെയും നിങ്ങളെയും ദൈവം, ആ അപ്പൻ, ആ പിതാവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിലയെത്താ? നമ്മളെ സ്വന്തമാക്കാൻ ദൈവത്തിന് നഷ്ടമായത് എന്താ? യേശുവിനെയാണ്, യേശുവിൻ്റെ രക്തമാണ്. നമ്മുടെ വില എന്താണ്? യേശുവിൻ്റെ വിലയാണ് നമ്മുടെ വില. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ വില. പ്രിയമുള്ളവരെ, നീ നിൻ്റെ വില മനസ്സിലാക്കുക. പ്രിയമുള്ള സഹോദര സഹോദരി, അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, പ്രിയ യുവജനങ്ങളെ, നീ നിൻ്റെ വില മനസ്സിലാക്കുക. നിങ്ങൾ എത്രമാത്രം പ്രഷ്യസാണ്, അമൂല്യരാണ്, വിലപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ദൈവത്തെ വിട്ടു പോകുവാൻ സാധിക്കുകയില്ല. ദൈവത്തിനെതിരെ ഇത്രമാത്രം വേദനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവത്തിൽ നിന്ന് അകന്ന ഒരു ജീവിതം, ഒരു വാക്ക്, സംസാരം പോലും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുകയില്ല. നീ നിന്റെ വില മനസ്സിലാക്കിയാൽ. നിന്റെ വില എന്താണ്? നാട്ടുകാരിട്ട വിലയല്ല, പിന്നെയോ ദൈവം തമ്പുരാൻ നിനക്കൊരു വിലയിട്ടു. പുത്രൻ്റെ വില, അവൻ്റെ രക്തത്തിൻ്റെ വില. യേശുവിനെ കൊടുത്ത്, അവൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങി. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാ നിന്റെ വില. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 6 19 തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാ. നിങ്ങൾ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാ. അതെ, പിതാവായ ദൈവം യേശുവിനെ വിലയായി കൊടുത്തുകൊണ്ട്, അവൻ്റെ രക്തം കാൽവരിയിൽ ഒഴുക്കി കൊടുത്തുകൊണ്ട് നിങ്ങളെ പൈശാചികമായ തിന്മയുടേതായ എല്ലാ ശിക്ഷയിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, വചനം പറയുന്നു, നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരും ബഹുമാന്യരും പ്രിയങ്കരുമാണ് എന്ന്. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ വില. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്, അവൻ്റെ വകയാണ് ഞാൻ, അവൻ്റെ സ്വന്തമാണ് ഞാൻ. എന്നിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത്, യേശുവിന് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവങ്ങളും, ഒരു പാപങ്ങളും, ഒരു ദുശീലങ്ങളും, ഒരു തഴക്കദോഷങ്ങളും പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ശരീരം ദൈവം തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഞാൻ അവൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ മണവാട്ടിയാ, അവൻ മണവാളൻ, അവൻ്റെ മണവാട്ടിയാ ഞാൻ. എൻ്റെ അകത്ത് വേറെ ആരെയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ പാടില്ല. അത് വ്യഭിചാരം എന്ന് പറയും. വേറെ ആരെയും കുറിച്ചുള്ള, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള, ഒരു പാപത്തെക്കുറിച്ചുള്ള, ലോകത്തെക്കുറിച്ചുള്ള, ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, ലോകത്തിൻ്റെതായ സുഖങ്ങൾ ഒന്നും
നാം സ്വപ്നം പോലും കാണരുത്, ഭാവനയെ ചിന്തിക്കരുത്. അത് വ്യഭിചാരമെന്ന്, ആത്മീയ വ്യഭിചാരം എന്ന് പറയും. ഞാൻ യേശുവിൻ്റെ പ്രോപ്പർട്ടിയാ, യേശുവിൻ്റെ സ്വന്തമാ. ഇതിനകത്ത്, ഈ ഹൃദയത്തിൽ, ഈ മനസ്സിൽ മറ്റാരെയും ധ്യാനിക്കരുത്. മറ്റാർക്കും നമ്മൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല, ഇട കൊടുക്കാൻ പാടില്ല. അവരെ അടിച്ച് പുറത്താക്കണം. തിന്മയോ തിന്മയുടെ സ്വരൂപങ്ങളോ തിന്മയുടേതായ മോഹങ്ങളോ ആഗ്രഹങ്ങളോ സ്വഭാവങ്ങളോ വൈകല്യങ്ങളോ എന്തു തന്നെയുണ്ടേലും പ്രിയപ്പെട്ടവരേ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവയെ പുറത്താക്കുക. അവയെ വേണ്ട എന്ന് വെക്ക്, വെറുത്തുപേക്ഷിക്കുക. നിന്റെ ജീവിതം നീ യേശുവിനായി നീ സമർപ്പിക്കുക. നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. ആയിരക്കണക്കിന് മില്യൺ ഡോളർ മുടക്കിയാണ് അമേരിക്ക, പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് മനുഷ്യനെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്തിച്ചത്. ആയിരക്കണക്കിന് ഡോളർ, മില്യൺ ഡോളർ മുടക്കി ഭൂമിയിൽ നിന്ന് മനുഷ്യനെ ഇതാ ചന്ദ്രനിൽ എത്തിച്ചുവെങ്കിൽ അതിനേക്കാളും വില കൊടുത്താണ് പിതാവായ ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തിച്ചത്. പിതാവായ ദൈവം അതേ മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുവാൻ അതിലും വില ദൈവം കൊടുത്തു. എന്താണ് ആ വില? യേശുവിനെ കൊടുത്ത്, യേശുവിൻ്റെ രക്തം കൊടുത്ത് പാപത്തിൽ ലോകത്തിൽ കഴിഞ്ഞ നിന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ ദൈവം കൊടുത്ത വില എത്രയോ വലുതാന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, യേശുവിനെ സ്നേഹിക്കുവാൻ നിനക്ക് സാധിക്കുന്നത്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി ഈ നോയമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ജീവിതത്തിൽ നീ വരണമേ. നിന്നെ എൻ്റെ രക്ഷകനായി, എൻ്റെ നാഥനായി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ടി അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തിയല്ലോ, രക്തം ചിന്തി നീ ജീവനെ വെടിഞ്ഞല്ലോ. അങ്ങനെ എന്നെ നീ സ്വന്തമാക്കിയല്ലോ. അപ്പാ പിതാവേ, സ്വന്തം പുത്രനെ നൽകി നീ എന്നെ സ്വന്തമാക്കി, എന്നെ വീണ്ടെടുത്തു, വില കൊടുത്തു വാങ്ങിയല്ലോ. ആയതിനാൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിനക്കായി സമർപ്പിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും? ഇന്ന് തന്നെ തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? യേശുവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ. അതിന് യേശു കാതോർക്കുന്നു. യേശു നിനക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. നിന്റെ മടങ്ങി വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്കെല്ലാം നമ്മുടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. വിലയില്ലാത്തവരായി, വില എന്താണെന്ന് മനസ്സിലാക്കാതെ, ആർക്കും ഞാൻ വേണ്ടാത്തവനായി, വേണ്ടാത്തവളായി, എൻ്റെ വീട്ടുകാർക്ക് നാട്ടുകാർക്ക് വേണ്ടാത്തവനായി, ഞാൻ ഒരു ഒറ്റപ്പെട്ടവളായി, ഒരു ഭാരം വഹിക്കുന്നവരായി നാളിതുവരെയും നിങ്ങൾ നടന്നിട്ടുണ്ടോ? എന്നെ ആരും സ്നേഹിക്കാമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ കഴിയുന്നുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നെ യേശുവിന് ആവശ്യമാണ്. യേശുവിന് നിന്നെ ആവശ്യമാണ്. അതെ, യേശു നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. നീ യേശുവിൻ്റെ സ്വന്തമാ, യേശുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. നീ യേശുവിൻ്റേതാണ്. നീ വിലയുള്ളവനാണ്. എന്താണ് നിന്റെ വില? യേശുവിൻ്റെ വില, അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നിന്റെ വില. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈ ഇരു കരങ്ങളെയും ഉയർത്തി ശക്തമായി വാ തുറന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, അഭിഷേകത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ, ഈ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന്റെ അളവറ്റ വലുപ്പം ഗ്രഹിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് പ്രാപിക്കുവാൻ ഇവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഇവരുടെ അജ്ഞതകൾ മാറട്ടെ, അവിശ്വാസങ്ങൾ മാറട്ടെ, ഹൃദയം തുറക്കപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധ രക്തം കാൽവരി ഞങ്ങൾക്ക് വേണ്ടി ചിന്തയാ. അങ്ങയുടെ പരിശുദ്ധ രക്തം ഇവരുടെ ചിന്തകളെ, ബുദ്ധിയെ, മനസ്സിനെ, വികാരങ്ങളെ, അവയവങ്ങളെ എല്ലാം കഴുകുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, അജ്ഞതകൾ, അന്ധതകൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ ബുദ്ധിയിലെ അന്ധകാരങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. ദൈവകൃപ ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ വലിയ പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേൽ വ്യാപരിക്കുക. ഒരു ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടട്ടെ. കർത്താവേ, നിനക്കായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ഇവർ കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകട്ടെ. ദുഃഖങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ മാറട്ടെ. പ്രത്യാശ കൊണ്ട് നിറയട്ടെ, പ്രതീക്ഷ കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിൻ്റെ രക്തമേ, യേശുവിൻ്റെ രക്തമേ നന്ദി, 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 നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് ധ്യാനിക്കണം. എപ്പോഴും ഈ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് നടക്കുക. ദൈവം നിങ്ങളെ അതിനായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ